ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. LGS ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ആരുടേതാണ്? ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിനു കാരണമായ സംഭവം ഏതാണ്? ഫ്ലാഗ് ബോണസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. ഏഴാമത്തത്, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? വിദ്യാപോഷിണി. അടുത്തത്, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാ? 140. സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹള. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? തലയ്ക്കൽ ചന്തു. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതാരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അടുത്തത്, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ലാലാ ലജ്പത് റായ്. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക? രാഷ്ട്രപതി. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഉദാരവൽക്കരണ നയം. വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം. ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് NABARD. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഓപ്ഷൻ എ, GATT. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അമേരിക്ക. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായ് എന്ന് വിളിക്കപ്പെടുന്ന വനങ്ങൾ പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഓപ്ഷൻ ബി, മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. കോട്ടണോപോളിസ് എന്ന് വിളിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത്? കല്ലടയാർ. പമ്പ, ചാലിയാർ, പെരിയാർ അതൊക്കെ ഇടത്തരം നദികളാണ്. മലനാട് ഇല്ലാത്ത ജില്ല? ആലപ്പുഴ. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം
ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ ഏതാണ്? കാൽബൈശാഖി. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ജസ്പ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, ഇത് എക്സാം നടന്നപ്പോൾ വി അബ്ദുറഹ്മാൻ ആയിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഗോദാവരി.